ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇടവമാസത്തിലെ ചതയം മുതൽ ചതയം വരെ ഗുരുദേവ കൃതികളിലൂടെയും ചരിതങ്ങളുടെയുമുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തിൽ ഇന്ന് മരുത്വാമലയിലെ ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ചെറിയൊരന്വേഷണം നടത്തുന്നത്. ഏകാന്തത അന്വേഷിച്ച് നടന്ന് സ്വാമി നാഗർകോവിലിന് കിഴക്കുള്ള മരുത്വാമലയിൽ എത്തിച്ചേർന്നു. ധാരാളം മരങ്ങളും കുറ്റിച്ചെടികളും നിബിഡമായി വളർന്നു നിൽക്കുന്ന ഒരു മല. അതിൻ്റെ മുകളിൽ പിള്ളത്തടം എന്നു പേരായ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയാണ് തൻ്റെ ഏകാന്ത ധ്യാനത്തിനുള്ള സങ്കേതമായി നാണുസ്വാമി കണ്ടെത്തിയത്. അവിടെ എപ്പോഴും നല്ല കാറ്റ് കിട്ടും. വിദൂരതയോളം പരന്നു കിടക്കുന്ന അപാരമായ സാഗരം എപ്പോഴും ദർശിക്കാം. ഗുഹയ്ക്കുള്ളിലാണെങ്കിൽ ശുദ്ധ മണലുമുണ്ട്. സ്വാമി അതിനകത്ത് പ്രവേശിച്ചു. വെള്ളമണലിൽ ദർഭ വിരിച്ച് ആസനം ബന്ധിച്ചിരിക്കുകയും ചെയ്തു. കാനനത്തിന് ഭീകരത ഇല്ലാതായി. കടലിൻ്റെ ഇരമ്പൽ നേർത്ത മൂകതയിൽ ലയിച്ചു. ചുറ്റുപാടുകൾ പാടയെ വിസ്മൃതങ്ങളായി. ഏതാനും നിമിഷങ്ങൾക്കകം പ്രപഞ്ചവും താനും ഒന്നായിത്തീരുന്ന ആ ദിവ്യമായ ലയത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്തു. കണ്ണു തുറന്നപ്പോൾ നേരം ഇരുളാൻ തുടങ്ങുന്നതാണ് സ്വാമി കണ്ടത്. പടിഞ്ഞാറ് ചക്രവാളം ശബളാഭമായി വിലസുന്നു. പൊൻകുടം കമഴ്ത്തിയതുപോലെ അസ്തമന സൂര്യൻ ആഴിയെ സ്പർശിച്ചു നിൽക്കുന്നു. നിർവൃതിജനകമായ കാറ്റ് സർവ്വചരാചരങ്ങളെയും തലോടുന്നു. അത്ഭുതകരമായ സൗന്ദര്യത്തിൻ്റെ ആ വിലാസ നൃത്തം അങ്ങനെ നോക്കി നിൽക്കെ സ്വാമി അവാച്യമായ ആനന്ദം അനുഭവിച്ചു. ഹാ, എത്ര ദിവ്യവും ആനന്ദകരവുമായ അനുഭൂതി! എന്നാൽ അന്ന് യാതൊരുവിധ ആഹാരവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സന്ധ്യയായതോടെ കലശലായ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. ഏകാന്തമായ ഈ കാട്ടിനകത്ത് എങ്ങനെയാണ് വിശപ്പ് മാറ്റാൻ ആഹാരം ലഭിക്കുക? സ്വാമി താഴ്ത്തിറങ്ങി. കുറ്റിക്കാടുകൾക്കിടയിൽ ഇരുട്ട് വർദ്ധിച്ചു വരുന്നു. ജന്തുക്കൾ ഓടുമ്പോൾ കരിയിലനങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അകലെ വൃക്ഷത്തിലിരുന്ന് മൂങ്ങ മൂളാൻ തുടങ്ങിയിരിക്കുന്നു. എങ്കിലും ഭയം ഒട്ടും ബാധിച്ചില്ല. ദിവ്യവും ശാന്തവുമായ ഒന്നിൻ്റെ സന്നിധാനത്തിലാണ് താനെന്ന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ ശാന്തമായി നടക്കുമ്പോൾ ഒരു പാറയിൽ ചാരി വളർന്നു നിൽക്കുന്ന ഒരു ചെടി സ്വാമിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അടുത്തു ചെന്ന് സൂക്ഷിച്ചു നോക്കി. അതെ, അത് കട്ടുകൊടി തന്നെ. മുമ്പ് തന്നെ തനിക്ക് പരിചയമുള്ള ചെടിയാണത്. അതിൻ്റെ ഇല പിഴിഞ്ഞു വച്ചാൽ അല്പനേരം കൊണ്ട് അത് ഉറച്ച് അപ്പം പോലെയാകും. ഭക്ഷിക്കാൻ കൊള്ളാം. ഒട്ടും അരുചിയില്ല. അതിൻ്റെ ഇലകൾ നുള്ളിയെടുത്തുകൊണ്ട് മറ്റൊരു വശത്തേക്ക് നടന്നു. വെള്ളം അന്വേഷിച്ച് ഏതാനും ചുവടുകൾ നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഒരു ഊറ്റ് കണ്ടെത്തി. അതിൽ നിന്ന് നിർമ്മലവും കുളിർമയുള്ളതുമായ വെള്ളം കൈക്കുമ്പിളിൽ കോരി കുടിച്ചു. കട്ടുകൊടിയുടെ ഇലകൾ ഭംഗിയായി കഴുകിയെടുത്ത് ഗുഹയിലേക്ക് തിരിച്ചു. ആ ഇലയെല്ലാം ചേർത്ത് പിഴിഞ്ഞ നീര് മറ്റൊരു വലിയ ഇലയിൽ ഒഴിച്ചു വെച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ നീര് അപ്പം പോലെ ഉറച്ചു. അത് ഭക്ഷിച്ച് വിശപ്പടക്കിയതിന് ശേഷം കാനനത്തിലെങ്ങും നിറഞ്ഞു നിന്ന ഇരുളിലേക്ക് ഉദാസീനമായി നോക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ മിന്നാമിന്നുകൾ തെളിഞ്ഞു. അവ അവിടമെങ്ങും ചലിക്കുന്നു. ചീവീടുകളുടെ ശബ്ദം രൂക്ഷമായി ഉയരുന്നു. അതോടൊപ്പം മറ്റു പല ജന്തുക്കളുടെ ശബ്ദവും കലർന്ന് കുറുക്കന്മാർ സംഘം ചേർന്ന് ഓലിയിടാൻ തുടങ്ങി. ആ കാനന അന്ധകാരത്തിൽ മറ്റൊരു ജീവിതത്തിൻ്റെ ഭീകര നാടകം ആരംഭിച്ചിരിക്കുന്നു. ഭീകരതയുടെ നാട്യമുണ്ടെങ്കിലും അത് കേവലം ഒരു നാടകമായിട്ട് മാത്രമേ ആ സൂക്ഷ്മ ചക്ഷുസുകൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. പ്രകൃതിയുടെ ക്രൂരമായ ആ നാടകത്തിൻ്റെ മധ്യത്തിൽ യോഗാഭ്യാസവും ധ്യാനവുമായി സ്വാമി കുറേ കാലം കഴിഞ്ഞു. ഹിംസ്ര ജന്തുക്കൾ പ്രാണൻ രക്ഷിക്കാനായി ഓടുന്നു. ചിലവ പ്രാണൻ രക്ഷിക്കാൻ തന്നെ മറ്റു ചില ജന്തുക്കൾ അവയെ ഓടിക്കുന്നു. ഇതെല്ലാം പ്രകൃതിയുടെ ക്രൂരമായ നാടകം. മരുത്വാമലയിൽ ഏകാന്ത ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന തൻ്റെ ജീവിതത്തെക്കുറിച്ച് പിൽക്കാലത്ത് സ്വാമി ഇടയ്ക്കിടെ പരാമർശിക്കുമായിരുന്നു. കട്ടുകൊടി എന്ന ചെടിയെക്കുറിച്ച് മാത്രമല്ല,
അടമ്പ്, അടപതിയൻ കിഴങ്ങ്, തഴുതാമയില എന്നിവയെക്കുറിച്ചും ഇത്തരം പരാമർശങ്ങൾക്കിടയിൽ പറയുമായിരുന്നു. കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആയുർവേദ പരിജ്ഞാനം ഈ ജീവിതകാലത്ത് ശരിക്കും പ്രയോജനപ്പെട്ടു. ഇങ്ങനെ ഇലകളും കിഴങ്ങുകളും പച്ചവെള്ളവും കഴിച്ച് ജീവിക്കാൻ ശ്രമിച്ചിട്ടും ചില സന്ദർഭങ്ങളിൽ അസഹനീയമായ വിശപ്പ് തന്നെ അലട്ടിയിട്ടുണ്ടെന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിശപ്പ് അസഹനീയമാവുന്ന സമയത്ത് ഏതെങ്കിലും രൂപത്തിൽ ആഹാരവും ലഭിച്ചിട്ടുണ്ട്. ഒരു ജീവചരിത്രകാരൻ അത്തരത്തിലൊരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. സ്വാമികൾ ഈ ഗുഹയിലിരിക്കുന്ന കാലത്ത് ഒരു ദിവസം അർദ്ധരാത്രി സമയം നല്ല ചന്ദ്രികയുള്ളപ്പോൾ അവിടത്തേക്ക് സഹിക്കവയ്യാത്ത വിശപ്പുണ്ടായി. അടുത്തൊന്നും ഭക്ഷ്യസാധനങ്ങൾ കിട്ടുകയില്ല. വെള്ളത്തിന് കുറേ ദൂരം പോകണം. സ്വാമികൾ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ഒരു പാറയുടെ മുകളിൽ ഇരിപ്പായി. കുറേ സമയം കഴിഞ്ഞപ്പോൾ വൃദ്ധനായ ഒരു കുഷ്ഠരോഗി ഒരു പനയോലയിൽ അരി വറുത്ത് പൊടിച്ചതും കുറേ വെള്ളവും കൊണ്ട് സ്വാമികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന്, വിശക്കുന്നോ, വരൂ ഭക്ഷിക്കാം എന്ന് പറഞ്ഞ് അരിപ്പൊടിയും വെള്ളവും അടുക്കൽ കൊണ്ടുചെന്ന് വെച്ചു. രണ്ടുപേരും ഒന്നിച്ച് അതിൽ നിന്ന് വാരി ഭക്ഷിക്കുകയും ചെയ്തു. ഈ രീതിയിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതായി സ്വാമി നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മരുത്വാമലയിൽ നമുക്ക് 2 സ്നേഹിതന്മാർ ഉണ്ടായിരുന്നു എന്നും പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സ്നേഹിതന്മാരെ ഉപേക്ഷിച്ചു പോന്നതിന് സങ്കടവും പറയുമായിരുന്നു. ഒരു പുലിയും പാമ്പുമായിരുന്നു അവ. ഈ രീതിയിൽ എത്ര കാലം സ്വാമി മരുത്വാമലയിലെ ഏകാന്തമായ ഗുഹയിൽ കഴിഞ്ഞു നമുക്ക് കൃത്യമായി അറിയില്ല. ഈ ഘട്ടത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് മുകളിൽ സൂചിപ്പിച്ച വിധമുള്ള ചില പരാമർശങ്ങൾ മാത്രമാണ് സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. വന്യജന്തുക്കൾ സ്വൈര്യമായി വിഹരിക്കുന്ന ആ കാന്താരത്തിനകത്ത് ഏകാന്തമുഖമായ ഒരു ഗുഹയ്ക്കകത്തിരുന്ന് സ്വാമി എന്തെല്ലാം ചിന്തിച്ചു കാണും, എന്തെല്ലാം സ്വപ്നം കണ്ടിരിക്കും, എന്തെല്ലാം ദർശിച്ചിരിക്കും, ഒന്നും അറിയാൻ വഴിയില്ല. അവയിൽ പലതുമാണ് പിൽക്കാലത്ത് നമുക്ക് പല കൃതികളിലൂടെയും ലഭിച്ചിട്ടുള്ളത്. അന്നുവരെ നേടിയിട്ടുള്ള അറിവുകളെയും അനുഭവങ്ങളെയും അടിസ്ഥാനമാക്കി താൻ അറിഞ്ഞിട്ടുള്ള ജീവിത ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള പ്രായോഗിക പദ്ധതികളെക്കുറിച്ചുകൂടി അവിടെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ചിന്തയുടെ ഫലമാണ് സ്വാമിയുടെ അനന്തരകാല ജീവിതം. മരുത്വാമലയിലെ ദീർഘമായ ഏകാന്തവാസത്തിന് ശേഷം ശ്രീ നാരായണ ഗുരുസ്വാമി നേരെ അരുവിപ്പുറത്തേക്കാണ് തിരിക്കുന്നത്. അവിടെയാണ് എൻ്റെ കർമ്മപദ്ധതികളുടെ തുടക്കം നിർവഹിക്കുന്നത്. ആ കർമ്മപദ്ധതികൾ സാക്ഷാത്കൃതങ്ങളാകുന്നതിനിടയിൽ അവയോട് തികഞ്ഞ നിസ്സംഗത പുലർത്തുന്നുള്ള കഴിവ് സ്വാമി നേടിയതും അവിടെ വെച്ച് തന്നെയാണ്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർവാണ ദർശനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാ സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം കരോതി വിധിവത് കർമ്മം ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ബ്രഹ്മത്തിൽ സ്ഥിതനായ ബ്രഹ്മജ്ഞാനി സർവവും അറിവാകുന്ന അഗ്നി കൊണ്ട് ദഹിപ്പിച്ചതിന് ശേഷം ലോകഹിതം ലക്ഷ്യമാക്കി വിധിപ്രകാരം കർമ്മമനുഷ്ഠിക്കുന്നു. നന്ദി, നമസ്തേ.